ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പഠിക്കുകയുണ്ടായി. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ടുള്ള ജൂംലയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത്. അപ്പോൾ ജൂംല ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് വലിയൊരു PDF ഫയലാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ കണ്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ കണ്ടൻസ് ഉണ്ട്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ജൂംലനെ പറ്റിയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജൂംല ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ ഒരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ജൂംലയെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതിലും ഈ ഒരു PDF-ലും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ആർക്കിടെക്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. സോ ജൂംലയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂംല ഈസ് എൻ ഓപ്പൺ സോഴ്സ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലേ. ഒരു CMS ആണ്. പക്ഷെ എന്താണ്, അത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു CMS ആണ് ജൂംല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിച്ച് ഈസ് യൂസ്ഡ് ടു ബിൽഡ് വെബ്സൈറ്റ്സ് ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ്. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ആ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ദാറ്റ് ഈസ് ഓപ്പൺ സോഴ്സ്. ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് എക്സ്റ്റെൻസിബിൾ, വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു ഫ്രണ്ട് എൻഡ് ടെംപ്ലേറ്റ്സ് ആൻഡ് ബാക്ക് എൻഡ് ടെംപ്ലേറ്റ്സ്. അതുപോലെ തന്നെ ഇതാണ് ഫ്രീ ആണ്. ആർക്കും എന്ത് ചെയ്യാം, ജൂംല ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എക്സ്റ്റെൻസിബിൾ ആണ്, കാരണം ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡബിൾ ആണ്. വിച്ച് ഇസ് സെപ്പറേറ്റഡ് ഇൻ ടു ഫ്രണ്ട് എൻഡ് ടെംപ്ലേറ്റ്സ് ആൻഡ് ബാക്ക് എൻഡ് ടെംപ്ലേറ്റ്സ്. നമുക്ക് ഫ്രണ്ട് എൻഡ് ടെംപ്ലേറ്റ്സ് എന്നും ബാക്ക് എൻഡ് ടെംപ്ലേറ്റ്സ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഏതൊരു സൈറ്റ് ആണെങ്കിലും, ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, ബാക്ക് എൻഡ് ഉണ്ടാവും. സോ ഇതിനെ ടെംപ്ലേറ്റ്സുകൾ എന്താണ്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടെംപ്ലേറ്റ്സുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ജൂംല ഈസ് ഡെവലപ്ഡ് യൂസിങ് PHP അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജൂംല ഡെവലപ്പ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺ ആൻഡ് MySQL, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺസും MySQL ഒക്കെ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് MySQL ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദ ട്യൂട്ടോറിയൽ വിൽ റീച്ച് വിത്ത് ബേസിക്സ് ഓഫ് ജൂംല യൂസിങ് വിച്ച് യു ക്യാൻ ക്രിയേറ്റ് വെബ്സൈറ്റ് വിത്ത് easy. The tutorial is divided into sections such as Joomla Basics, Joomla Menus, Joomla Modules, Joomla Global Settings and Joomla Advanced. Each of the section contain related topics with a screenshot explanation, the Joomla admin screens. ഓക്കെ, ഇതിൽ സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ജൂംലയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ഇതിലോട്ട് പോവാം. ജൂംലയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ഒരു CMS ആണ്, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള CMS ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് എക്സ്റ്റെൻസിബിൾ, വിച്ച് ഇസ് സെപ്പറേറ്റഡ് ഇൻ ടു ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ടെംപ്ലേറ്റ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ജൂംല ഈസ് ഡെവലപ്ഡ് യൂസിങ് PHP ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. CMS എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇസ് എ സോഫ്റ്റ്വെയർ വിച്ച് കീപ് ട്രാക്ക് ഓഫ് എൻ്റയർ ഡാറ്റ which will be available on your website. It help in editing, publishing and modifying the content of the website. So അതാണ് എന്ത് CMS എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി ഒന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് അല്ല. ദെൻ നമുക്കതിൻ്റെ ഒരു ജൂംലയുടെ ഒരു സ്ട്രക്ചർ നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ജൂംലയിൽ മെയിനായിട്ടും നോക്കൂ, യൂസർ മാനേജർ ഉണ്ടല്ലേ. നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള യൂസേഴ്സാണ് CMS-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ആ യൂസേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യാൻ യൂസർ മാനേജർ ഉണ്ട്. അതുപോലെ തന്നെ കണ്ടൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ കണ്ടന്റ് മാനേജേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാനർ മാനേജർ ഉണ്ട്. ടെംപ്ലേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ടെംപ്ലേറ്റ്സ് മാനേജേഴ്സ് ഉണ്ട്.
RSS ഉണ്ട്, മെനു മാനേജർ, പലതരത്തിലുള്ള മെനൂസ് ഉണ്ട്. സോ മെനു മാനേജേഴ്സ് ഉണ്ട്, സെർച്ച് ഓപ്ഷൻസ് ഉണ്ട്, വെബ് ലിങ്ക് മാനേജേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോണ്ടാക്ട് മാനേജേഴ്സ് ഉണ്ട്, മീഡിയ മാനേജർ. സോ അങ്ങനെ കുറേ മാനേജേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് CMS ആണ് എന്ത് ജൂംല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓരോന്നും എന്താന്ന് പറയുന്നുണ്ട്. യൂസർ മാനേജ് ഇറ്റാലോ മാനേജിങ് ദി യൂസർ ഇൻഫർമേഷൻ സച്ച് ആസ് പെർമിഷൻ ടു എഡിറ്റ്, ആക്സസ്, പബ്ലിഷ്, create and or delete the user, change the password and language. The main part of user manager is authentication. അല്ലേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് യൂസർ മാനേജർ. പലതരത്തിലുള്ള യൂസേഴ്സും അതിൻ്റെ അവരുടേതായിട്ടുള്ള പെർമിഷൻസും, ചിലർക്ക് എഡിറ്റ് ചെയ്യാനായിരിക്കും, ചിലർക്ക് പബ്ലിഷ് ചെയ്യാനായിരിക്കും, ചിലർക്ക് യൂസേഴ്സിന് തന്നെ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ മാനേജ് ചെയ്യുന്നതാണ് യൂസർ മാനേജർ. മെയിനായിട്ടും യൂസർ മാനേജറിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒതൻറ്റിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ കണ്ടന്റ് മാനേജർ, ഇറ്റ് അലോ മാനേജിങ് ദ കണ്ടന്റ് യൂസിങ് WYSIWYG editor to create or edit the content in a very simple way. കണ്ടന്റ് മാനേജർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിലുള്ള കണ്ടൻസുകൾ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ബാനർ മാനേജർ എന്നാൽ ഇറ്റ് ഈസ് യൂസ് ടു ആഡ് ഓർ എഡിറ്റ് ബാനേഴ്സ് ഓൺ ദി വെബ്സൈറ്റ്. ബാനേഴ്സ് ഉണ്ടാവുമല്ലോ വെബ്സൈറ്റിൽ, സോ അതിന് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ബാനേഴ്സ് മാനേജർ. ടെംപ്ലേറ്റ് മാനേജർ എന്താണ്, ഡിസൈൻ ദാറ്റ് യൂസ് ടു നമുക്ക് വെബ്സൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈൻസ് ആണ് ടെംപ്ലേറ്റ്സ് എന്നറിയപ്പെടുന്നത് അല്ലേ. സോ ആ ടെംപ്ലേറ്റ്സ് എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ കണ്ടന്റ് സ്ട്രക്ചർ വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ്. സോ കണ്ടന്റ് സ്ട്രക്ചറിൽ മാറ്റൊന്നും വരുത്താതെ ഈ ടെംപ്ലേറ്റ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലതരത്തിലുള്ള വെബ്സൈറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് കാര്യങ്ങൾ ചെയ്യുന്ന ടെംപ്ലേറ്റ് മാനേജറാണ്. മീഡിയ മാനേജർ ഉണ്ട്, എന്താണ് മീഡിയ ഫയൽസ്, വീഡിയോ ഓഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എഡിറ്റ് ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മീഡിയ മാനേജറാണ്. കോൺടാക്ട് മാനേജർ എന്നാൽ ഇറ്റ് അലോ ടു ആഡ് കോൺടാക്ട്സ്, മാനേജിങ് ദ കോൺടാക്ട് ഇൻഫർമേഷൻ ഓഫ് ദ പർട്ടിക്കുലർ യൂസേഴ്സിൻ്റെ എന്ത് ചെയ്യുന്നു, കോൺടാക്ട് ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുന്നതാണ് കോൺടാക്ട് മാനേജർ. വെബ് ലിങ്ക് മാനേജർ ഉണ്ട്, ലിങ്ക് റിസോഴ്സ് ഈസ് പ്രൊവൈഡർ ഫോർ യൂസർ ഓഫ് ദ സൈറ്റ് ആൻഡ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ കാറ്റഗറീസ്. സോ ഇത്രയാണ്. അതുപോലെ തന്നെ സെർച്ച് ഉണ്ട്, സെർച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻ, സൈറ്റിലുള്ള അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് യൂസ് ചെയ്ത് യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ മെനു മാനേജർ നമ്മൾ പറഞ്ഞു, ക്രിയേറ്റ് മെനൂസ് ആൻഡ് മെനു ഐറ്റംസ് ആൻഡ് ക്യാൻ ബി മാനേജ്ഡ് സബ്സീക്വൻ്റ്ലി. ഓക്കെ, നമുക്ക് മെനു ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ പ്ലേസസിന് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ RSS ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ റിയലി സിമ്പിൾ. RSSൻ്റെ ഫുള്ളാണ് റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ വിച്ച് ഹെൽപ്പ് യു സൈറ്റ് കണ്ടന്റ് ആൻഡ് RSS ഫയൽ ടു ബി ഓട്ടോമാറ്റിക്കലി അപ്ലോഡഡ്. സോ റിയലി സിമ്പിൾ സിൻഡിക്കേറ്റഡ് എന്ന ഉദ്ദേശം എന്താണ്, നമ്മുടെ സൈറ്റിലുള്ള കണ്ടന്റ്സ് എന്ത് ചെയ്യുന്നു, ഈ RSS ഫയൽസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ RSS എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ഈ ജൂംല കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, അവൈലബിൾ ഫോർ ഫ്രീ ആയിട്ടുള്ള. അതുപോലെ തന്നെ ജൂംല ഈസ് ഡിസൈൻ ടു ബി ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് സെറ്റപ്പ് ഈവൻ ഇഫ് യു ആർ നോട്ട് ആൻ അഡ്വാൻസ്ഡ് യൂസേഴ്സ്. നമുക്ക് കുറേ ടെക്നോളജീസ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ഈ ജൂംല ഇൻസ്റ്റാൾ ചെയ്യാനും അത് ഉപയോഗിക്കാനും വേണ്ടി, സെറ്റപ്പ് ചെയ്യാനും വേണ്ടിയിട്ട്. ദെൻ സിൻസ് ജൂംല ഈസ് so easy to use as a web designer or developer, you can quickly build sites for your clients with minimal instruction to the clients. അതുപോലെ ക്ലയൻസിന് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂംല ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ തരത്തിലുള്ള സംവിധാനങ്ങളാണ് അതിലുള്ളത്. ഓക്കെ, then it is very easy to edit the content as it uses. ഞാൻ പറഞ്ഞു ആ ഒരു എഡിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എഡിറ്റേഴ്സിൻ്റെ WSYയുടെ ഫുള്ളാണ് ഇവിടെ പറയുന്നത്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു എഡിറ്റേഴ്സ് പറയുന്നത്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ആ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ദാറ്റ് അലോ ദ യൂസർ ടു ഡയറക്ട്ലി മാനിപ്പുലേറ്റ് ദ ലേഔട്ട് ഓഫ് ദ ഡോക്യുമെൻറ്റ് വിത്തൗട്ട് ഹാവിങ് ദ ലേഔട്ട് കമാൻഡ്സ് യൂസ് ചെയ്യാതെ തന്നെ ലേഔട്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഡയറക്ട്ലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഈ WYSIWYG എന്ന് പറഞ്ഞാൽ. ജൂംല ഈസ് അതുപോലെ തന്നെ എന്താണ് ഡിഫോൾട്ട് ജൂംല ഈസ് കമ്പാറ്റബിൾ വിത്ത് ഓൾ ബ്രൗസേഴ്സുമായിട്ട് കമ്പാറ്റബിൾ ആണ്. ഏത് ബ്രൗസേഴ്സായിട്ട് കമ്പാറ്റബിൾ ആണ് ജൂംല. ദ ടെംപ്ലേറ്റ്സ് ആർ വെരി ഫ്ലെക്സിബിൾ ടു യൂസ്. ടെംപ്ലേറ്റ്സ് വളരെ ഫ്ലെക്സിബിൾ ആണ് യൂസ് ചെയ്യാൻ. അതുപോലെ മീഡിയ ഫയൽ ക്യാൻ അപ്ലോഡ് ഈസിലി ഇൻ ദ ആർട്ടിക്കുലേറ്റഡ് ടൂൾ വെച്ചിട്ട് നമുക്ക് മീഡിയ ഫയൽസ് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ഈസി മെനു ക്രിയേഷൻ ടൂളുമാണ്. ഓക്കെ, ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജുകളുണ്ട്, നമുക്കത് നോക്കാം. ഇറ്റ് ഗീവ്
compatible problem while installing several modules, extensions and plugins simultaneously. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നു, ഈ സെവറൽ മൊഡ്യൂൾസും അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസും പ്ലഗിൻസും ഒക്കെ സിമ്പിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സം പ്രോബ്ലംസ്, കോമ്പാറ്റബിലിറ്റി പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില എക്സ്റ്റൻഷൻസിന് വേണ്ടിയിട്ടുള്ള പ്ലഗിൻസ് ആവില്ല, സപ്പോർട്ട് ചെയ്യുന്ന പ്ലഗിൻസ് ആവില്ല നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, വേർഷൻസിനനുസരിച്ച് ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് അവിടെ കോമ്പാറ്റബിലിറ്റി പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പ്ലഗിൻസ് ആൻഡ് മൊഡ്യൂൾസ് ആർ നോട്ട് ഫ്രീ ഇൻ ജൂംല. ജൂംലയിൽ എന്തല്ല, പ്ലഗിൻസും മൊഡ്യൂൾസും ഒന്നുമല്ല, ഫ്രീ അല്ല. ജൂംല ഫ്രീ ആണ്, പക്ഷേ ജൂംലയിൽ പ്ലഗിൻസും മൊഡ്യൂൾസൊക്കെ എക്സ്ട്രാ പ്ലഗിൻസൊക്കെ നമുക്ക് വാങ്ങേണ്ടി, ഇപ്പം ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അതുപോലെ ഡെവലപ്മെൻറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ വെൻ യു വാണ്ട് ടു ചേഞ്ച് ദ ലേ ഔട്ട്. അതുപോലെ തന്നെ ലേ ഔട്ട് തന്നെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ജൂംല ഈസ് നോട്ട് മച്ച് SEO, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ അത്രക്കും എന്തല്ല ഇതിലില്ല, ജൂംലയിലില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് മേക്ക് വെബ്സൈറ്റ് ഹെവി ടു ലോഡ് ആൻഡ് റൺ. അതുപോലെ തന്നെ വെബ്സൈറ്റ്സിന് എന്ത് ചെയ്യുന്നു, ഹെവി ലോഡ് ചെയ്യാനും റൺ ചെയ്യാനൊക്കെ ഹെവിയാണ് കണ്ടൻസ് കുറേ അതുകൊണ്ടായിരിക്കും, അഥവാ അതുകൊണ്ട് തന്നെ ലോഡ് ചെയ്യാൻ ടൈം എടുക്കും എന്നുള്ളതാണ് അതിനോട് ഉദ്ദേശിച്ചത് കേട്ടോ. ഹെവി ടു ലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചതാണ്. ജൂംല ഉപയോഗിക്കുന്ന എവിടേക്കാണെന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് നോക്കുക. കോർപ്പറേറ്റ് വെബ്സൈറ്റ്സിൽ ഓർ പോർട്ടൽസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സ്കൂൾസിൽ ആൻഡ് റിലീജിയസ് വെബ്സൈറ്റ്സുകളിലൊക്കെ ഉപയോഗിക്കുന്നു, കമ്മ്യൂണിറ്റി ബേസ്ഡ് പോർട്ടൽസിൽ, സ്മാൾ ബിസിനസ്, എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെൻറ് ആപ്ലിക്കേഷൻസിലൊക്കെ ജൂംലസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എവിടേക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഡാറ്റാബേസ് ആയിട്ട് ഇപ്പം ഞാനിപ്പം ഒരു ജൂംലയുടെ കുറേ വേർഷൻസ് ഉണ്ട്. 3 something ആണ് എടുക്കുന്നത്, 3.1 അല്ലെങ്കിൽ 3.01 എല്ലാ കേസിലും, അങ്ങനത്തെ കേസിലുള്ള ഒരു ജൂംലയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എങ്കിൽ അതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ഡാറ്റാബേസ് എന്തായാലും വരാം, MySQL 5.1 അതിൽ കൂടുതലോ ആയിട്ടുള്ള MySQLൻ്റെ വേർഷൻസ് ആയിരിക്കണം നമ്മുടെ ഡാറ്റാബേസ് ആയിട്ട് നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വെബ് സെർവർ വേണം. നിങ്ങളുടെ വിൻഡോസ് ആണെങ്കിൽ വാമ്പ് ആയിരിക്കും ഉണ്ടാവുക, ലിനക്സ് ഒക്കെ ആണെങ്കിൽ ലാമ്പ് വേണം, അല്ലെങ്കിൽ ഓരോന്നിനനുസരിച്ച് മൈക്രോസോഫ്റ്റ് IIS കുറേ വെബ് സെർവേഴ്സ് ഉണ്ടല്ലോ, നമുക്കറിയാവുന്നതാണല്ലേ. സോ നമ്മളുടെ സിസ്റ്റം ഏതാണ് അതിനനുസരിച്ചുള്ള വെബ് സെർവർ അതിൽ വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രോസ് പ്ലാറ്റ്ഫോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അതുപോലെ തന്നെ ബ്രൗസർ സപ്പോർട്ട് വേണം, ഏതെങ്കിലും ഒരു ബ്രൗസേഴ്സ് ഗൂഗിളോ അല്ലെങ്കിൽ ഫയർഫക്സോ, ഗൂഗിൾ ക്രോമോ ഫയർഫക്സോ പോലുള്ള ബ്രൗസർ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ SSL സെക്യൂർ സോക്കറ്റ് ലെയർ, വാലിഡ് സെക്യൂർ അഥവാ HTTP കണക്ഷൻ ലെയർ റിക്വയർഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഇതൊക്കെ ഓൾറെഡി ഉണ്ടാകുന്നതാണ് SSL സർട്ടിഫിക്കറ്റ്സ് ഒക്കെ. ദെൻ എന്ത് ചെയ്യുന്നു, PHP കോമ്പാറ്റബിൾ ആയിരിക്കണം. അത് PHP 5.4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ PHP 5.3 ഓർ 0.10 പ്ലസ് ആയിട്ടുള്ള PHP നമ്മളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു joomla.org നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ HTML ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു, ജൂംല ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ, ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജൂംല ഇതിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഡൗൺലോഡ് ജൂംല കൊടുക്കുക. ഡൗൺലോഡ് ജൂംല കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ജൂംല റിക്വയർ MySQL ഡാറ്റാബേസ്, ക്രിയേറ്റ് ന്യൂ empty database and user password for Joomla. then എന്ത് ചെയ്യുന്നു, നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ അതിൻ്റെ സെറ്റപ്പ് വിസാർഡ് ആണ് പറയുന്നത്. വെരി ഈസി ടു സെറ്റപ്പ് Joomla into your system. എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നുള്ളത്, ആദ്യം നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ജൂംല ഫയലിനെ ഇപ്പം സിപ്പ് ഫയലൊക്കെ ആണെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഫോൾഡറിലോട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ അപ്ലോഡ് ഇറ്റ് ഓൺ യുവർ വെബ് സെർവർ ഓർ ലോക്കൽ ഹോസ്റ്റ്. അഥവാ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അത് എങ്ങോട്ടാണ് എക്സ്ട്രാക്ട് ചെയ്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്ത് വെക്കേണ്ടത് നമ്മളെ വെബ് സെർവറിലോട്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു വാമ്പോ അല്ലെങ്കിൽ സാമ്പോ പോലുള്ള വെബ് സെർവറിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റിലോട്ടായിരിക്കണം അത് എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്ത് വെക്കേണ്ടത്. ദെൻ ഓപ്പൺ യുവർ ബ്രൗസർ ആൻഡ് നാവിഗേറ്റ് Joomla ഫയൽ പാത്ത്, ദെൻ യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് സ്ക്രീൻ ഓഫ് Joomla ഇൻസ്റ്റാളർ. ദെൻ അങ്ങനെ ലോക്കൽ ഹോസ്റ്റിലോട്ടൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് നമ്മൾ ആ പാത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയുണ്ട്, ലോക്കൽ ഹോസ്റ്റിലാണ് വെച്ചതെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് / നമ്മളുടെ ജൂംലയുടെ ഫോൾഡർ ഉണ്ടല്ലോ അതിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ, ബ്രൗസറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു സ്ക്രീൻ വരും. അതാണ് ജൂംലയുടെ ഏറ്റവും ആദ്യത്തെ സ്ക്രീനായിട്ട് വരുന്നത്, Joomla ഇൻസ്റ്റാളർ ആയിട്ട് വരുന്നത്, ഫസ്റ്റ് സ്ക്രീൻ ആയിട്ട് വരുന്നത്. ഇതുപോലെ ആയിരിക്കും അത് വരുന്നുണ്ടാവുക.
മെയിൻ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമായിരിക്കും വരുന്നുണ്ടാവുക. അവിടെ നമുക്ക് നമ്മുടെ സൈറ്റിൻ്റെ നെയിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇവിടെ പറയുന്നുണ്ട് സൈറ്റിൻ്റെ നെയിംസ്, അതിലൊക്കെ എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നുള്ളത്, ഡിസ്ക്രിപ്ഷന്, അഡ്മിൻ്റെ ഇമെയിൽ, അഡ്മിൻ്റെ യൂസർ നെയിം, അഡ്മിൻ പാസ്വേഡ്, കൺഫേം അഡ്മിൻ പാസ്വേഡ്, ആ കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അഥവാ അഡ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ. നെയിം, നമ്മളുടെ സൈറ്റ്, നമ്മൾ ഉണ്ടാകാൻ പോകുന്ന സൈറ്റ്സിൻ്റെ നെയിം അത് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അഡ്മിൻ്റെ ഇമെയിൽ കൊടുക്കുക, അഡ്മിൻ്റെ യൂസർ നെയിം, അഥവാ അഡ്മിൻസ് ലോഗിൻ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള യൂസർ നെയിം, അഡ്മിന് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ്, അതുപോലെ തന്നെ സൈറ്റ് ഓഫ്ലൈൻ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. ആഫ്റ്റർ ഫില്ലിംഗ് ദ ആൾ ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ അത് ക്രിയേറ്റ് ആവും. ഹിയർ യു ഹാവ് എൻ്റർ ദ ഇൻഫോർമേഷൻ അബൌട്ട് MySQL ഡാറ്റാബേസ് ആസ് സീൻ ഇൻ ദ ദെൻ അതിന് ആ ഒരു ഭാഗങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണ്, ഹോസ്റ്റ് നെയിം എന്താണ്, സാധാരണ രീതിയിൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് കൊടുക്കും, യൂസർ നെയിം ഒരു യൂസർ നെയിം കൊടുക്കും, പാസ്വേഡ് കൊടുക്കും. ഡാറ്റാബേസിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ആണ്, ദെൻ ഡാറ്റാബേസിൻ്റെ നെയിം കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഹോസ്റ്റ് നെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ നാലാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, യു വിൽ ബി ഓൺ ലാസ്റ്റ് പേജ് ഓഫ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് പ്രോസസ്സാണ് ഈ 4th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ കോൺഫിഗറേഷൻസ് അതിൻ്റെ ഓവർവ്യൂ കാണിക്കുകയാണ്. ഹിയർ യു വ്യൂ ദ ഇൻഫോർമേഷൻ ആഡഡ് ടു ജൂംലയിലോട്ട് ആഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസിനെ നമുക്ക് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റാബേസ് കോൺഫിഗറേഷനും അതുപോലെ തന്നെ മെയിൻ കോൺഫിഗറേഷനൊക്കെ നമുക്ക് പ്രിവ്യൂ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫാൾട്ടായിട്ട് ഇംഗ്ലീഷ് നമ്മൾ എന്ത് ചെയ്യാം, സാമ്പിൾ ഡാറ്റ ആയിട്ട് അങ്ങനെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാളേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് യു ക്യാൻ സീ ദ ജൂംല സ്റ്റാർട്ട് ഇൻസ്റ്റാളേഷൻ പ്രോസസ് ഓൺ യുവർ മെഷീൻ. അതുപോലെ തന്നെ അപ്പോൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആവും, ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കും. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ഇൻസ്റ്റാളേഷൻ ഫോൾഡർ, ആ ഇൻസ്റ്റാളേഷൻ ഫോൾഡർ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ അത് റിമൂവ് ചെയ്യുക. Then after installing Joomla you are able to log in your Joomla admin panel. Then നമ്മൾ ചെയ്യേണ്ട എന്താണ്, അടുത്തതായിട്ട് അഡ്മിൻ പാനലിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്താണല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അല്ലേ, സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതും അഡ്മിൻ പാനലിലൂടെയാണ്. സോ അഡ്മിൻ പാനലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രൗസർ എടുക്കുക, നമ്മൾ അഡ്രസ്സ് കൊടുക്കുക, HTTP, നമ്മളെ ലോക്കൽ ഹോസ്റ്റ്, നമ്മൾ എന്തായിരുന്നു ആ ജൂംല ഫോൾഡറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്. ദെൻ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതോടുകൂടി ഈ കാര്യങ്ങളൊക്കെ index.php ഓൾറെഡി അതിൽ വന്നിട്ടുണ്ടാവും. അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഫോൾഡറിൽ index.php വന്നിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് ബ്രൗസറിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജൂംല അത് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ദെൻ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ജൂംലയുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ദെൻ നമുക്ക് അതിൻ്റെ ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജൂംല എന്ന് പറഞ്ഞാൽ ഇസ് മോഡൽ വ്യൂ കൺട്രോൾ വെബ് ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ കുറേ അങ്ങനത്തെ ഉണ്ട്, നമ്മളിപ്പം കുറേ എണ്ണം ഉണ്ട്. ആ ജൂംലയെ പോലെ തന്നെ മറ്റുള്ള കോർഡിനേറ്ററൊക്കെ എന്താണ്, ഒരു മോഡൽ വ്യൂ കൺട്രോൾ വെബ് ആപ്ലിക്കേഷൻ ആണ്. ഇത് മോഡൽ വ്യൂ കൺട്രോൾ 3 മൊഡ്യൂൾസ് ആണ് അതിലുണ്ടാവുക. സോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒന്ന് തന്നെയാണ് എന്ത് ജൂംല എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ആർക്കിടെക്ചറാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഡയഗ്രാം, ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെക്കുക. ഡാറ്റാബേസ് ഉണ്ടാവും, ജൂംല ഫ്രെയിം വർക്ക്, നമ്മൾ ഈ ഫ്രെയിം വർക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അതിന് റിലേറ്റഡ് ആയിട്ട് ഡാറ്റാബേസ് ഉണ്ടാവും, ഡാറ്റാബേസിലോട്ട് ഡാറ്റാസ് അവിടുന്ന് ഫെച്ച് ചെയ്യുക, അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ. ദെൻ ഇതിലുള്ള കോമ്പോണൻറ്റ്സ് ഉണ്ടാവും, മൊഡ്യൂൾസ് ഉണ്ടാവും, പ്ലഗിൻസ്, ഈ 3 കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. ദെൻ വെബ് ബ്രൗസറിലൂടെ അത് നമുക്ക് എന്ത് ചെയ്യും, പുറത്തൊക്കെ യൂസേഴ്സിന് വ്യൂ ചെയ്ത് കൊടുക്കും. സോ ഇത് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഫോളോയിങ് ലെയേഴ്സ് ആണുള്ളത്, ഡാറ്റാബേസ്, ജൂംല ഫ്രെയിം വർക്ക്, കോമ്പോണൻറ്റ്, മൊഡ്യൂൾ, പ്ലഗിൻ, ടെംപ്ലേറ്റ്സ് ഓരോന്ന് നോക്കാം. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നല്ലോ, കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് ക്യാൻ ബി സ്റ്റോർഡ്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള പർട്ടിക്കുലർ മാനറിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഡാറ്റാസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ജൂംല ഫ്രെയിം വർക്കാണ്. ഫ്രെയിം വർക്ക് ഈസ് എ കളക്ഷൻ ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ദ ജൂംല CMS ഈസ് ബിൽഡ്.
It is developed for more flexible and break framework into single modular package which help each package to develop more easily. അതുപോലെ ജൂംല ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിൻ്റെ എന്താണ് പിന്നെ കളക്ഷനെയാണ് നമ്മൾ എന്താ പറയുക ജൂംല ഫ്രെയിംവർക്ക്. അത് ഓൾറെഡി ബിൽഡ് ആയിട്ടുള്ള CMS ബിൽഡ് ചെയ്തിട്ടുള്ള ജൂംല CMS ഈസ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിൻ്റെ കളക്ഷനാണ് ഈ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ വിച്ച് ഹെൽപ്പ് ഈച്ച് പാക്കേജ് ടു ഡെവലപ്പ് മോർ ഈസിലി. നമുക്ക് ഈ ജൂംല ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ പാക്കേജുകളും ഈസി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ കോമ്പോണൻസ് ആണ്. കോമ്പോണൻ്റ് മൊഡ്യൂൾ പ്ലഗിൻ. Components are considered as mini application. It consists of two parts. Main ആയിട്ട് രണ്ട് പാർട്സ് ആണ് കോമ്പോണൻസിൽ ഉണ്ടാവുക, അഡ്മിനിസ്ട്രേറ്റർ and site. Whenever page get loaded, component is been called to render the body of main page. Administrator part manages different aspects of the component and the site part help in rendering the pages when request is made by the site visitors. അത് നമ്മുടെ കോമ്പോണൻസ് പാർട്ടിൽ മെയിനായിട്ട് രണ്ട് ഭാഗമുണ്ട് പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടും പറഞ്ഞു, അതുപോലെ തന്നെ സൈറ്റ് വിസിറ്റർ പാർട്ടും ഉണ്ട്. സോ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സുകളെ മാനേജ് ചെയ്യുന്ന പാർട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ എന്താണ് സൈറ്റ് പാർട്ട് എന്നതുകൊണ്ട് പറഞ്ഞാൽ സൈറ്റ് വിസിറ്റേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പേജുകളൊക്കെ വ്യൂ ചെയ്ത് കൊടുക്കുക, റെൻഡർ ചെയ്ത് കൊടുക്കുന്ന പാർട്ടാണ് എന്ത് സൈറ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾസ് ഈസ് എൻ എക്സ്റ്റൻഷൻ വിച്ച് ഇസ് used to render the pages in Joomla. It is also used to display the new data from the components. Components ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോമ്പോണൻസിൻ്റെ പുതിയ ഡാറ്റാസിനെ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ മൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻ്റ്ലി ലുക്ക് ലൈക്ക് ബോക്സസ് സച്ച് ആസ് ലോഗിൻ മൊഡ്യൂൾസ്. ഓരോ മൊഡ്യൂൾസ് ആക്കി വെക്കുക. ലോഗിൻസിന് ഒരു മൊഡ്യൂൾസ് ഇങ്ങനെ രീതിയിൽ ഒരു മൊഡ്യൂൾസ് ആക്കി വെക്കുമല്ലോ. ഇൻ ജൂംല അഡ്മിനിസ്ട്രേഷൻ ദ മൊഡ്യൂൾസ് ആർ മാനേജ്ഡ് ബൈ ദ മൊഡ്യൂൾ മാനേജർ. അതിന് വേണ്ടിയിട്ടാണ് മൊഡ്യൂൾ മാനേജർ എന്ന് പറഞ്ഞു. പുതിയ ഈ കണ്ടൻസുകളൊക്കെ എന്ത് ചെയ്യുന്നു, ജൂംല കോമ്പോണൻസിൽ വരുന്ന പുതിയ കണ്ടൻസുകളൊക്കെ മൊഡ്യൂൾസ് ആക്കി വെക്കും. അത് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ആർക്കുള്ളത്, മൊഡ്യൂൾസുകൾക്കുള്ളത്. ദെൻ പ്ലഗിനുകളുണ്ട്, പലതരത്തിലുള്ള പ്ലഗിൻസുകളുണ്ട്. അഥവാ ഈ ജൂംലയിനെ ഫ്രെയിംവർക്കിനെ എന്താണ് പവർഫുള്ളും ഫ്ലെക്സിബിളും ആക്കുന്ന തരത്തിലുള്ള കുറേ എക്സ്റ്റൻഷൻസ്, അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് പ്ലഗിൻസ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് എക്സ്ട്രാ നമ്മൾ പറഞ്ഞു പ്ലഗിൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്, അതിന് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ദെൻ ടെംപ്ലേറ്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ടെംപ്ലേറ്റ് ഡിറ്റർമൈൻ ദ ലുക്ക് ഓഫ് ദ ജൂംല വെബ്സൈറ്റ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജൂംല വെബ്സൈറ്റിൻ്റെ എന്താണ് ലുക്ക് തീരുമാനിക്കുന്നത് ആരാണ്, ഈ ടെംപ്ലേറ്റ് ആണ്. രണ്ട് തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ബാക്ക് എൻഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് ടെംപ്ലേറ്റ്സിൽ നിന്നാണ് യൂസർക്ക് കാണാവുന്ന തരത്തിലുള്ള രീതിയിൽ ആ ഡിസൈനാണ് ഫ്രണ്ട് എൻഡ് ടെംപ്ലേറ്റ് വരുന്നത്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ട്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് അതാണ് ആ ഭാഗത്ത് പറയുന്നത്. ദെൻ വെബ് ബ്രൗസർ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിലൊരു കൺട്രോൾ പാനലുണ്ട്. ഈ ഒരു കാര്യം എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കുക. മൊത്തത്തിലൊരു കൺട്രോൾ പാനലുണ്ട് ജൂമിലേക്ക്. ഇതൊക്കെ ജൂമിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. കൂടുതലായിട്ട് അതിൽ ആർട്ടിക്കിൾ കണ്ടന്റ് ഉണ്ട്, സ്ട്രക്ചർ ഫോമാറ്റ് ഉണ്ട്, യൂസർ ഇൻഫോർമേഷൻസിൻ്റെ ഒരു ഭാഗങ്ങൾ കാണാം. ഇവിടെ യൂസർ ഇൻഫോർമേഷൻസ് ഏതൊക്കെ യൂസേഴ്സ് ആണോ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. സ്ട്രക്ചറൽ ഫോമാറ്റ് എന്നാൽ മെനു കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. ആർട്ടിക്കിൾ കണ്ടൻസിൽ പുതിയ ആർട്ടിക്കിൾസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ള ആർട്ടിക്കിൾസ് എഡിറ്റ് ചെയ്യുക, ആർട്ടിക്കിൾ മാനേജർ എന്നുള്ള ഭാഗം, ഇത് യൂസർ ഭാഗം. ദെൻ സെറ്റ് ദ കോൺഫിഗറേഷൻ്റെ കാര്യങ്ങൾ, ടെംപ്ലേറ്റ് മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. സോ ആ ഭാഗത്ത് ഇവിടെ വരും സെറ്റ് കോൺഫിഗറേഷൻ. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക, പ്ലഗിൻസിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു, അത് കാര്യങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഭാഗം. ഇത്രയും ഈ ഒരു ഭാഗങ്ങളായിരിക്കും കൺട്രോൾ പാനലിൽ ഉണ്ടാകുന്നത്. ഇവിടെ ലോഗിൻ ആയിട്ടുള്ള യൂസേഴ്സിന് ആരാണോ അത് ഇവിടെ കാണിക്കും. ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ട് ഏതൊക്കെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അത് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് ഓഫ് വെബ്സൈറ്റ്സിൻ്റെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ്സിൻ്റെ ഇൻഫോർമേഷൻസും ഇവിടെ കാണിക്കും. സോ ഇത്രയായിരിക്കും കൺട്രോൾ പാനലിൽ ഉണ്ടായിരിക്കാം. അത് എന്തൊക്കെയാണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ ഓരോന്നും പറയുന്നത് കേട്ടോ. ഇൻഫോർമേഷൻ ഓഫ് സൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ ടൂൾ ബാർ ഇതവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൂൾ ബാർ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ടൂൾ ബാർസ് ഉണ്ടാവും. അതിലുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആർട്ടിക്കിൾ മാനേജർ ടൂൾ ബാർ, കാറ്റഗറി മാനേജർ ടൂൾ ബാർ, മീഡിയ മാനേജർ,
ഓരോ മാനേജേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സോ ആ മാനേജർ ഓരോ കാര്യങ്ങളും ആർട്ടിക്കിളിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ, കാറ്റഗറി മാനേജ് ചെയ്യാൻ, മീഡിയ മാനേജ് ചെയ്യാൻ, മൊഡ്യൂൾസിന് യൂസറെ മാനേജ് ചെയ്യാൻ, ടെംപ്ലേറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഓരോ ടൂൾ ബാറുകളായിരിക്കും എവിടെ ഉണ്ടാവുക, ഈ ഒരു കണ്ടന്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടാവും. ടൂൾ ബാറായിട്ട് വരുന്നത് ഇങ്ങനത്തതായിരിക്കും. ഓക്കെ, അതിൽ ഓരോന്നും ഉണ്ട് കേട്ടോ. അങ്ങനെ ന്യൂ, എഡിറ്റ്, പബ്ലിഷ്, അൺപബ്ലിഷ്, ഓരോന്നിൻ്റെ ഉള്ളിലും ഓരോ കാര്യങ്ങളുണ്ട്. ഒക്കെ കണ്ടന്റിലാണ് ഈ ഒരു ഓരോ കാറ്റഗറീസ് ടൂൾ ബാർസും വരുന്നത് കേട്ടോ. മീഡിയ മാനേജർ, മെനു മാനേജർ, ഇതൊക്കെ അത്രയ്ക്കും ഇമ്പോർട്ടൻസ്, അഥവാ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ടൂൾ ബാർസ് ഓരോന്നും ഉണ്ട്, ഇതൊക്കെയാണ് ഇവിടുത്തെ ടൂൾ ബാർ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദെൻ മെനൂസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മെനു എന്താണെന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് മെനു മാനേജർ അലോ ക്രിയേറ്റിംഗ് സിസ്റ്റം മെനൂസ് ഫോർ യുവർ വെബ്സൈറ്റ് ആൻഡ് അലോ നാവിഗേഷൻ ത്രൂ യുവർ വെബ്സൈറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെനൂസ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ മെനു മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് മെനു എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിൽ. ജൂമിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മെനൂസ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനു മാനേജർ എടുക്കാൻ പറ്റും. മെനു മാനേജർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടാവുക. സോ മെനു ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഉള്ള മെനു ഐറ്റംസ് ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ മെനൂസ് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയായിരിക്കും, മെനു മാനേജറിൽ ആഡ് ന്യൂ മെനു എന്ന് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പുതിയ മെനൂസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് സൈറ്റുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മെനുവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിൽ പുതിയ ആഡ് മെനു കൊടുക്കുന്ന സമയത്ത് ടൈറ്റിൽ കൊടുക്കണം, മെനുവിൻ്റെ ടൈപ്പ് കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പുതിയ മെനൂസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ന്യൂ മെനു ഐറ്റംസിൽ അങ്ങനെ കാര്യങ്ങളാണ് വരുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ജൂംല എന്നുള്ളതും അതുപോലെ തന്നെ ജൂംലയുടെ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്നും ജൂംലയുടെ മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസ്, അതിൻ്റെ ആർക്കിടെക്ചർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിടെക്ചർ എന്താണെന്നും അതിൽ ആർക്കിടെക്ചറിൽ പറയുന്നുണ്ട് ആർക്കിടെക്ചറിൽ പറയുന്ന ഓരോ കോമ്പോണൻസും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് നോക്കട്ടോ. ആർക്കിടെക്ചറിൽ പറയുന്നുണ്ട് ഓരോ മാനേജേഴ്സിനെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ആർക്കിടെക്ചറിൽ ഡാറ്റാബേസ് എന്താണ്, ജൂംല ഫ്രെയിംവർക്ക് എന്താണ്, കോമ്പോണൻസ് എന്താണ്, മൊഡ്യൂൾ എന്താണ്, പ്ലഗിൻ എന്താണ്, ടെംപ്ലേറ്റ്സ് എന്താണ്, വെബ് ബ്രൗസർ എന്താണ്, ഇതിനെ പറ്റിയിട്ടും ഓരോന്നിനെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അതാണ് ഈ ഒരു ഭാഗം കൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ദെൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജൂംല ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ പോലെ ജൂംല ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, ഒരു പുതിയൊരു വെബ്സൈറ്റ്സ് ജൂംല വെച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ.